ഈ ഓട്ടോ ചെന്നെത്തുന്നുണ്ടല്ലോ, അത് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനിൽ ഒന്നെടുത്ത സ്ഥലത്തേക്ക്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇസുക്കുട്ടീനെ കിട്ടിയ ദിവസം. അവൾ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഉണ്ടല്ലോ, മൊത്തത്തിൽ ചേഞ്ചായി. ആദ്യം പപ്പയും മമ്മിയൊക്കെ നിടഞ്ഞു നിന്നെങ്കിലും എൻ്റെയും കുഞ്ഞിൻ്റെ വാശിക്ക് മുമ്പിൽ അവർ തീർന്നു. പിന്നെ ഈ വീട് മൊത്തം ഇടയ്ക്ക് ഭരിച്ചത് അവളാണ്, ഇസക്കുട്ടി. പപ്പയുടെയും മമ്മിയുടെയും അപ്പൂൻ്റെയും ഞങ്ങളുടെ എല്ലാ ലോകവും അവളാണ്. നമ്മുടെയൊക്കെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു പാവ കടന്നു വന്ന് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെയായിരുന്നു ഇസക്കുട്ടി ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ. ഉറക്കമില്ലാതെ അവൾക്ക് കാവലിരിക്കുക, അവളെ ആശുപത്രി കൊണ്ടുപോവുക, അവൾക്ക് ഫുഡ് ഫീഡ് ചെയ്യുക, അവൾക്ക് കൊണ്ട് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക. ഞങ്ങളുടെ ലോകം ഫുൾ അവളായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴും അവൾ തന്നെയാട്ടോ, അവൾക്കും അങ്ങനെ തന്നെയാട്ടോ. ഞങ്ങളല്ലാതെ വേറൊരാളുടെ അടുത്തേക്ക് അവൾ പോകത്തില്ല. ഞങ്ങൾ ആരെങ്കിലും ഒരാളെ കണ്ടില്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കത്തില്ല. രാവിലെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ, എന്തിന് കിടക്കുമ്പോൾ വരെ അവൾ നമ്മുടെ കൂടെ ഉണ്ടാവും, ഒരു നിഴൽ പോലെ. നമ്മളെക്കൊണ്ടൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമ്മളൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ കാര്യം പോലും നോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, നമ്മുടെ ചുറ്റുപാട് വരെ വളർത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നമ്മൾ ഈ പണിക്ക് നിൽക്കരുത്. കാരണം 1-2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരെ മടുക്കും. ആ മിണ്ടാപ്രാണി ചിലപ്പോൾ ഒരു ബാധ്യതയോ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ തള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, പക്ഷേ അവർക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് നമ്മൾ മറക്കും. അങ്ങനെയുള്ളവർ, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്തവർ, ദൈവത്തോർത്ത് ഇതിന് നിൽക്കാതിരിക്കുക. ഞാനിച്ചിരി ഇമോഷണലായി സംസാരിച്ചോ എന്നൊരു സംശയം. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല, പിന്നെ പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന്. പിന്നെ ഇസുക്കുട്ടിയുടെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. അതിവിടെ കിടന്നോട്ടെ, എന്നും അവളുടെ ഒരു ഓർമ്മയായിട്ട് ഇവിടെ കിടക്കുമല്ലോ. ആരൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കാണാമല്ലോ. വെറും 54 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഇസുക്കുട്ടി ഞങ്ങളുടെ കയ്യിലേക്ക് വന്നത്. ഇപ്പോൾ ഇസുക്കുട്ടിക്ക് 1.5 വയസ്സേ. ഈ 1.5 കൊല്ലം എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് കുറച്ച് മൊമെൻറ്റ്സ് തന്നിട്ടുള്ളത് ഇസുക്കുട്ടിയാണ്. പിന്നെ ഡോഗ്സിനെ വാങ്ങിക്കാൻ പ്രായമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. വാക്സിനേഷൻ, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.